But I know it is only for the best for me. I love you truly. കുറേ വർഷം ഇതുപോലെ ചെയ്യാൻ പറ്റട്ടെ. ചോറ് കഴിക്കാൻ പോണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണോ എടാ മോനെ? കണ്ണൻ്റെ അടുത്ത് എനിക്ക് വരാൻ പറ്റി. എന്താ എന്നെ കടിക്കാനാ? അടിച്ചോ ഇതിനാ. ഹലോ മൈ ഫാമിലി, ഇന്നത്തെ വ്ളോഗ് വളരെ സ്പെഷ്യലാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റാതിരിക്കുന്ന കുറച്ച് സാഹചര്യങ്ങളിലായിരുന്നു. പക്ഷേ ഐ തിങ്ക് ഞാൻ പോസ്റ്റുകളിലൂടെയൊക്കെയും എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് അന്വേഷിക്കാറല്ല പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് എന്തുകൊണ്ടാണ് സൂപ്പർ സ്പെഷ്യൽ എന്നുള്ളത് ഞാൻ വഴിയേ കാണിച്ചു തരാം. ആംഗ്രി ആഞ്ചലിയോ? യു ആർ ആംഗ്രി എന്നുണ്ടല്ലോ. യു ആർ ആൻ ഏഞ്ചൽ. ഓക്കെ, യെസ്, ഞങ്ങളുടെ ഏഞ്ചലിൻ്റെ ബർത്ത്ഡേ ആണ്. 60ാമത്തെ പിറന്നാളാണ്. അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് മുമ്പത്തെ പ്രിപ്പറേഷനും ആ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷനും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഷഷ്ടിപൂർത്തിയായിട്ട് ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ വർഷം അച്ഛയും കൂടെ ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന പ്ലാൻസാണ്. പച്ച പോയതോടെ ഞങ്ങൾക്ക് ഒരു വലിയ പരിപാടിയായിട്ട് ചെയ്യാനുള്ളൊരു മനസ്സ് വന്നില്ല. മാത്രമല്ല അമൃതേശി അമേരിക്കയിലാണ്, ഷോസൊക്കെ ആയിട്ട് ഓട്ടത്തിലാണ്. അപ്പം ഞാനും അമ്മയും കൂടെ മാത്രമായിട്ട് ഇവിടെ ഒരു വലിയ പരിപാടി ഒന്നും ചെയ്തില്ല. പക്ഷേ ഷഷ്ടിപൂർത്തിയാണല്ലോ, അപ്പോൾ നമുക്ക് ആ ദിവസത്തിലേക്ക് കിടക്കാം. അങ്ങനെ വെക്കേഷൻ ആയതുകൊണ്ട് പാപ്പുവിൻ്റെ കൂടെ ഓൾമോസ്റ്റ് ചെസ്സും ടേബിൾ ടെന്നീസൊക്കെ ഇങ്ങനെ മാറി മാറി കളിച്ച് എൻ്റെ ഉറക്കമൊക്കെയും ആകെ ശോകമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷഷ്ടിപൂർത്തിയായപ്പോൾ ബർത്ത്ഡേ കുട്ടി അമ്മ ഒരുങ്ങിയൊക്കെ ഇരിക്കുക. അപ്പോൾ അമ്മയ്ക്ക് വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നീരും കാര്യങ്ങളൊക്കെ മുഖത്തുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വള കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പിഞ്ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ് അമ്മയ്ക്ക് വള. അതേ പിന്നെ അതിൻ്റെ പുറകെ എന്റെ മോളാട്ടാ, എല്ലാവർക്കും അറിയാം. എന്നാലും വലിയ മോളെന്ന് എന്താന്ന് അറിയില്ല, കുറച്ച് വലുതായിപ്പോയി. പിന്നെ അത് എനിക്ക് എല്ലാ വർഷവും എൻ്റെ മോള് തരണാണ്. ഇന്ന് വേറൊരു സാധനം കൂടി തന്നിട്ടുണ്ട്. പിന്നെ എനിക്കിത് അപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവള് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ബിഞ്ചേച്ചി രാവിലെ തന്നെ എത്തി. അമ്മ പ്രാർത്ഥനയൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ബിഞ്ചേച്ചി നമ്മുടെ മോളാന്ന് പറഞ്ഞപ്പം പണ്ട് മുതൽ ഏജ് വ്ളോഗ്സ് കാണുന്നവർക്കും ഞങ്ങളെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ബിഞ്ചേച്ചി ആരാണ്. ബിഞ്ചേച്ചി അമ്മയുടെ ചേച്ചിയുടെ മോളാണ്, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര വഴക്കും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഷീ ഈസ് ലൈക്ക് അവർ മദർ, അവർ സിസ്റ്റർ, എവറിത്തിങ്. അപ്പോൾ ഞാൻ എൻ്റെ മുടി കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ, അത് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാനും അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി റെഡിയായി. അമ്പലത്തിൽ പോകുമ്പോൾ എന്താ കുളിക്കാത്ത എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ മുടിയുടെ ഈ കളറിൻ്റെയും കാര്യം ചോദിക്കുന്ന പലരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന, ഞാൻ റെഡായിരുന്നു ആദ്യം ചെയ്തത്. ആ റെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലീച്ച് ചെയ്തിരിക്കുന്ന ആ ഹെയറിൻ്റെ കളർ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഈ കളർ. ഇനിയിപ്പോൾ ഇത് മാറ്റി ബ്ലാക്ക് ആക്കണമെങ്കിൽ പിന്നെയും കളർ ചെയ്യുക എന്നുള്ള പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ മാറ്റി വയ്ക്കാം. നമുക്ക് ഷഷ്ടിപൂർത്തിയിലേക്ക് തിരിച്ചു വരാം. ഞങ്ങൾ പണ്ടേ മുതൽ അമ്മ ഡിവോട്ടീസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ ചേർന്നലൂരുള്ള ബ്രഹ്മസ്ഥാനത്താണ്. അവിടെയാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് നേരെ ചങ്ങമ്പുഴ പാർക്കിന് ഓപ്പോസിറ്റുള്ള കൃഷ്ണൻ അമ്പലത്തിലാണ് വന്നത്. അവിടെ പണ്ടും ഞങ്ങൾ തൃക്കൈവണ്ണം, ഇപ്പോൾ കുറേ കാലമായി അവിടേക്ക് വന്നിട്ട്. അപ്പം അമ്മയ്ക്ക് രാവിലെ അമ്മ ഭയങ്കര കൃഷ്ണഭക്തയാണ്. അപ്പം ഷഷ്ടിപൂർത്തിയായിട്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും പറയാതെ കുഞ്ഞ് അമ്പലങ്ങളിലൊക്കെ പോകണം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നും നോക്കിയില്ല, അങ്ങ് പോയി. ഹാപ്പിയാണോ? ഹാപ്പിയാണോ എടാ മോനെ? കണ്ണൻ്റെ അടുത്ത് എനിക്ക് വരാൻ പറ്റി. എടാ മോനെ ഹാപ്പിയാണോ? ഹാപ്പിയാണ്, നന്നായി വാ. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാൻ ഭയങ്കര ഐശ്വര്യം തോന്നുന്നുണ്ട്. ഞാൻ വെറുതെ കുറേ ഷോർട്സ് എടുത്തിട്ടുണ്ട്, ആരും ഇത് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ അവിടെ ഞങ്ങൾ നേരെ വന്നത് വിമാർട്ടിലേക്കാണ്. ചേച്ചി ഒരുവിധപ്പെട്ട എല്ലാ ഡയറി എടുക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? എന്നെ വഴി തെറ്റിക്കുന്ന മനസ്സിലായില്ലേ? ഞങ്ങളുടെ ആരുടെ പിറന്നാളാണെങ്കിലും അമ്മയുടെ പിറന്നാളാണെങ്കിലും മോസ്റ്റ്ലി അമ്മ തന്നെയാണ് അടിപൊളി സദ്യ ഉണ്ടാക്കാറ്. പക്ഷെ അമ്മ ഒരു 1 വീക്കോളം ലിറ്ററലി ബെഡ് റിഡൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് സെറ്റായി വന്നുള്ളൂ, മരുന്നൊക്കെ കഴിച്ചപ്പം. ഇന്ന് സദ്യ ഉണ്ടാക്കുന്ന അമ്മയല്ല, പക്ഷെ പിന്നെയും എന്തൊക്കെയോ പറക്കിയെടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല, ബാക്കി ദിവസത്തേക്കായിരിക്കാം. നമ്മുടെ വീടിൻ്റെ വളരെ അടുത്തായിട്ടാണ് വിമാർട്ട്. ഇത് ഞങ്ങളുടെ രാകേഷ് ഏട്ടൻ.
മോനെ പോലെ ഒരു മോനാണ്. എനിക്ക് മക്കളില്ല. ഞങ്ങളുടെ രാകേഷ് ചേട്ടൻ ഫ്രം വി മാർട്ട്. അതെ, ഇടയ്ക്കിടയ്ക്ക് കമന്റ്സിലൊക്കെ കാണുന്നതാണ്. എന്താ മമ്മേ? അല്ല ഇതേ സോറി കേട്ടോ, ഇവനെ എൻ്റെ കയ്യിലൊന്നുമില്ല ഉണ്ണി. ഇവന് ആ വെള്ളം ഇങ്ങനെ വീഴണത് അവൻ്റെ പക്കിൽ കൊള്ളണത് അവന് ഇഷ്ടം. എന്നെ കടിക്കാനാ? കടിച്ചോ? ഇതിന് ആ വാലിൻ്റെ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇതിന്. ശരി ശരി, ചാച്ചാ ചാച്ചാ. ഇനിയാണ് എനിക്ക് ടാസ്കുകളുടെ ബഹളം. അമ്മയ്ക്ക് ഉട്ടോപ്പിയുടെ അമ്മയുടെ മക്കൾക്കായിട്ട് സുകൃതം കാറ്ററിംഗിൽ പായസം കൊണ്ടേ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു. കാരണം അത്രയും ബൾക്കായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പാപ്പോനോട് കാറ്ററിംഗിൽ പോയിട്ട് ടെന്നീസ് ബോൾ വേണമെന്ന് പറഞ്ഞിട്ട് ടെന്നീസ് ബോളും വാങ്ങിച്ച് ഞാൻ കടയിൽ കൊണ്ട് പായസം എല്ലാം കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ കൊതി തീർക്കാൻ ഞാൻ സദ്യ കഴിക്കാൻ വേണം. പിന്നെ ഡയറ്റും ആണല്ലോ, ഡയറ്റ് ആയതുകൊണ്ട് എനിക്ക് കുറേ കഴിക്കാനും പറ്റില്ല. അവിടെ നിന്നിട്ട് നേരെ നമ്മുടെ കടയിലേക്കൊക്കെ കൂടുതലും സാധനങ്ങൾ എടുക്കുന്നത് നെട്ടൂർ മാർക്കറ്റിൽ നിന്നാണ്. അവിടെ വന്ന് ഈ കടയിൽ നിന്നാണ്. അപ്പം അവിടെ വന്ന് വാഴയിലൊക്കെ വാങ്ങിച്ച്, ഇപ്പോൾ വാഴ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ വാഴയിലൊക്കെ വാങ്ങിച്ച് നേരെ കടയിൽ പോയി സന്ദീപിന് പായസമൊക്കെ കൊടുത്ത് സന്തോഷമായി. പായസം അത് കേൾക്കാൻ രസമുണ്ടല്ലേ. സന്ദീപിന് പായസം കൊടുത്ത് സന്തോഷിച്ച് ഞാൻ തിരിച്ചു വന്നു. പിന്നെ കടയിൽ ചെറിയൊരു പരിപാടി വൈകിട്ടത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പനങ്ങാട് തന്നെയുള്ള KM ഇവൻറ്റ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നാസിഫിൻ്റെയൊക്കെ ടീമാണ്. അപ്പോൾ അവരാണിത് ചെയ്തു തന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ ടെന്നീസ് ബോളുമായി വിലകളുമായി ഒക്കെ ഞാൻ വീട്ടിൽ ചെന്നു. ഷഷ്ടിപൂർത്തി ആയതുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മുകളിലിരുന്ന് അച്ചയ്ക്ക് പോലും അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞങ്ങളുടെ അമ്മ പ്രാർത്ഥനയൊക്കെ ഉള്ള ആളായതുകൊണ്ട് അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റായി വരും എന്നുള്ളത് എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. വോയിസ് ഓവർ തൽക്കാലത്തേക്ക് നിർത്താം കേട്ടോ. ആ കുക്കിനെ കൊണ്ടൊന്ന് കാണിച്ചേക്കട്ടെ. ലക്ഷ്മി ചേച്ചി ഹായ് പറ. എൻ്റെ അമ്മയെ ഭയങ്കര കൃഷ്ണഭക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇച്ചിരി വാവൊക്കെ വന്നാലും അമ്മയ്ക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ അല്ലേ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരും. ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഏകദേശം, അതായത് 2-3 അമ്പലത്തിൽ പോയി. കൃഷ്ണ അമ്പലത്തിൽ പോയപ്പോൾ അമ്മ വെണ്ണയും കൊണ്ടാണ് പോയത്. പക്ഷെ ഓൾമോസ്റ്റ് നടയടക്കുന്ന സമയമായി. പക്ഷെ ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും തിരുമേനിയിൽ വാങ്ങിച്ചു വെച്ച് നേദ്യവും തന്നു. അതിന്റെയാണ് ഇതിന് മുമ്പുള്ളത് കണ്ടത്. അതുപോലെ കുറൂരിമ്മ കയറിടക്കുമേ. അപ്പൊ കുറൂരമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കറക്റ്റ് ദൈവമായിട്ടൊരു ചെറിയൊരു പ്രശ്നത്തിലാണ്. ബെഡ് റെസ്റ്റ് ആണ്. എന്നാലും ഇന്ന് ഞാനൊന്ന് എഴുന്നേറ്റൊക്കെ നടക്കണം. എന്നെ കണ്ടാൽ അങ്ങനെ തോന്നൂല്ലെങ്കിലും വയ്യ എനിക്ക്. നടക്കുമ്പോൾ കഴക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ലക്ഷ്മി ചേച്ചിയും ഷിമി ചേച്ചിയും കൂടെ അമ്മയ്ക്ക് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പകുതി ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നല്ല രുചിയിൽ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. മനസ്സ് നന്നായാൽ എന്തൊക്കെ അടികൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും നമ്മുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ ദൈവം കൊണ്ടെത്തിക്കും എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പപ്പടമൊക്കെ വറുത്തു. ഞങ്ങളുടെ അച്ഛനെ എന്നും മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് പറയണം. അതുപോലെ ചേച്ചിക്കുട്ടീനെ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. എവിടെയാടാ? ഓ ദേവാ ബാബാ എന്താ മോനെ, അതാണോ സത്യം പറ? അതാണോ? ഞാനിപ്പോ ഇനി ഒരു റൗണ്ട് കൂടെ ഞാൻ പോകില്ല. ആ റൗണ്ടിലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ വന്നാൽ ഡിലേ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചോടെ. എന്താ അങ്ങനെ കണ്ണ് കാണിച്ചാലേ കുക്കു കോമഡി എന്റെ കൗണ്ടേഴ്സ് എടുക്കുള്ളൂ. അറിയില്ലല്ലോ കൗണ്ടറുകൾ ഇങ്ങനെ ചെറുപടേന്ന് വന്നോണ്ടിരിക്കും. എന്റെ വെനസ്ഡേ ഇവിടെ എന്തൊക്കെയുള്ള ലക്ഷണം അലോൺ. വേണ്ട 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 നീ കേട കേറ്റില്ല. വയ്യാത്ത കാരണമാണ് ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ ആകെ മെസ്സിയായിട്ട് കിടക്കണം. എനിക്ക് ഓടിപ്പടഞ്ഞ് വന്ന് എടുക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ, ഡിസ്ക് ഭയങ്കര പ്രശ്നത്തില്ല. വയസ്സായില്ലേ അതാണ്. പിന്നെ കഴിഞ്ഞ
60-ാം ജന്മദിനത്തിന് അച്ഛൻ്റെ ജന്മദിനത്തിന് അച്ഛൻ പറയും, ഞങ്ങൾ അച്ഛൻ്റെ ജന്മദിനം ഭയങ്കര ആഘോഷമായിട്ടാണ് നടത്തിയത്. പക്ഷേ അന്ന് അവർ പറഞ്ഞു, എൻ്റെ ഷഷ്ടിപൂർത്തി എൻ്റെ മക്കൾ ഗംഭീരാക്കില്ലേ, ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. അതൊക്കെ ഒരു അറം പറ്റിയ വർത്താനം പോലെയൊക്കെ ആയി. അതിനൊക്കെ ഒരു വിഷമങ്ങൾ ഓർക്കുമല്ലോ നമ്മളെ. അതുണ്ട്. പിന്നെ സന്തോഷമാണ് അമ്മയ്ക്ക്, അച്ഛൻ കൂടെയുണ്ട്, അതിൻ്റെ ബ്ലെസ്സിങ്ങും ഉണ്ടെന്നുള്ളതിന് ഓരോരോ ഉദാഹരണങ്ങൾ എടുത്തു പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു മൂന്നിൽ ഭഗവാനോടൊപ്പം ഭഗവാനോടൊപ്പം അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരത്തേക്ക് അമ്മ ആകെ സെൻറ്റിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ ടേബിൾ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇലയൊക്കെ ഇട്ടു. ഓർഡറിൽ തന്നെ നമ്മൾ സദ്യ വിളമ്പി. ചേച്ചിക്കുട്ടനെയും അച്ഛനെയും മിസ് ചെയ്യുന്നു. അഗൈൻ ആൻഡ് ഇടയ്ക്കിടയ്ക്ക് പറയണം. ബിക്കോസ് ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ വലിയ കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും. അത് ഇപ്പം ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നതിന് മുമ്പാണെങ്കിലും ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിലും ഞങ്ങൾക്കുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും ഞങ്ങൾ ഭയങ്കര ആഘോഷങ്ങൾ ഞങ്ങളെ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അച്ഛയമ്മയും ഓണം ആയിക്കോട്ടെ, പിറന്നാളായിക്കോട്ടെ, എന്ത് വിഷു ആയിക്കോട്ടെ, എന്താണെങ്കിലും ആഘോഷങ്ങൾ എന്ന് പറയുന്ന ലൈഫിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ല ഇമ്പോർട്ടൻസ് തന്നാണ് ഞങ്ങളെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് കൂടുമ്പം ഇമ്പമായിട്ട് തന്നെയുള്ള ഒരു ഇത് തന്നെയാണ് ഞങ്ങളൊരു മെയിൻ തന്നെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ആക്ച്വലി AG വ്ളോഗ്സൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പണ്ട് വ്ളോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫാമിലി പരിപാടികളൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളായിരുന്നു. ബട്ട് എന്തായാലും ഇപ്പം ഒരു വലിയ വിഷമം ഒക്കെയും കഴിഞ്ഞു. ഒരു വർഷം അച്ഛൻ പോയിട്ടൊരു വർഷത്തിൻ്റെ ആണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഷഷ്ടിപൂർത്തി വലിയ രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ അച്ഛയാണെങ്കിൽ അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക, ചെറിയ രീതിക്കെങ്കിലും. കാരണം ഞങ്ങൾ അമ്മക്കുട്ടി അത്രയും അതൊരു പാവമാണ്. അപ്പോൾ അമ്മക്കുട്ടിക്ക് ഒരു ചെറിയ രീതിയിൽ സദ്യയെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നുള്ള ആ ഒരു കാര്യം ഞങ്ങൾ നിറവേറ്റി ചെയ്ത് തന്നെ പറയാം. അപ്പോൾ യെസ്, പാപ്പക്കുട്ടിനെ കൊണ്ടുവയ്ക്കുകയും വിളമ്പിച്ചു. ആ ഓർഡറിലൊക്കെ തന്നെ വിളമ്പിച്ചു. അപ്പോൾ നമുക്കിനി സദ്യ കഴിക്കിലേക്ക് കിടക്കാം കേട്ടോ. ഇതിന് അതെ പോടും അതിന്റെ നിറച്ച് ചോറ് ഇടണോ? ചേച്ചി സാമ്പാർ കുറച്ച് ചൂട് കൂടുതൽ വേണ്ട. മോളെ എവിടെ വിളിക്കും? ഞാൻ ഓ നെയ്യ് പാടുന്ന അടപ്പാ കുത്തി എന്റെ മുന്നേ ഞാൻ നമസ്കാരം പറയുന്നു. അതെ അതെ. ചേച്ചി സാമ്പാർ വെച്ചോ, ഞാൻ എടുത്തുതരാം. അപ്പൊ എന്താ ഞങ്ങളുടെ ചേച്ചിക്കുട്ടീനെ മിസ് ചെയ്യുന്നു. അച്ഛനെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അമ്മൂനെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കിയേ. പാപ്പ ഒന്ന് വിളിച്ചേ പോയിട്ട്. ഇങ്ങോട്ട് വന്നിട്ട് ചോറ് കഴിക്കാൻ പോണ്. ചേച്ചി അതെ ഇത് ഉണ്ടാക്കിയ ആളാണ് ഈ നിക്കണേ. ക്ഷമിച്ചേച്ചി സഹായിച്ചു. എല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോണ മോനെ. ഞാൻ കൊടുത്തേക്കാം. ചുട്ടോടെ ചുട്ടൂടെ റെഡിട്ടടി. ശരി, ഒന്ന് ചെയ്യട്ടെ കേട്ടോ. എനിക്ക് ഈ സദ്യ ആക്കി തന്നത് എൻ്റെ പുതിയൊരു കുട്ടി കേട്ടോ. വളരെ അസലായിട്ട് അവള് ചെയ്തിട്ടുണ്ട്. അവൾക്ക് നല്ല ഞാനത് വിഷമിച്ചിരിക്കായിരുന്നു. എനിക്ക് വിശേഷങ്ങൾക്കൊക്കെ സദ്യ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. പക്ഷെ എനിക്ക് നിന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഇതിന് പറയുകയാണെങ്കിൽ അത് എനിക്ക് ഭഗവാൻ കൊണ്ടുതന്നതാണ് ഈ കുട്ടീനെ. ഈ കുട്ടി ഭയങ്കര കൃഷ്ണഭക്ത കൂടിയാണ്. പിന്നെ അമ്മ ആകെ പപ്പടം ബർത്ത്ഡേക്ക് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അമ്മയടുത്ത് തമ്പായ്മ പറഞ്ഞിട്ടുണ്ട് പപ്പടം കഴിക്കരുത്. ഞാൻ ആകെ കഴിച്ചത് ഒരു അപ്പൊ പറയുന്ന പോലെ കുറേ വർഷം ഇതുപോലെ ചെയ്യാൻ പറ്റട്ടെ. അത് ചേച്ചിയുടെ എന്റെ ഉരുളായിരുന്നു കേട്ടോ. അത് ചേച്ചിയുടെ പാപ്പു കൊടുക്കും. അത് പാപ്പു കൊടുത്തോളൂ.
എല്ലാരും അയ്യോ വാവാ എന്റെ ട്രൗസർ ഇട്ട് കിടക്കുന്നത് കയ്യൊന്ന് ചെറുതായിട്ട് കഴുകിയതാ. കയ്യോടെ കഴുകിയിട്ട് ഇവിടെ ഇരുന്നു. പക്ഷെ കാല് ചെരുപ്പ് കാല് പിടിച്ചു ഇത്തിരി ഇങ്ങനെ എടുത്താൽ മതി മോളെ. ഇങ്ങനെ എടുത്തത് അങ്ങനെ എടുത്തത് ഇങ്ങനെ എടുത്തത് എന്നിട്ട് ചോറ് ലിറ്റിൽ ലിറ്റിൽ എടുത്താ മതി വാവേ. ഇതിന്റെ കൈ പിടിച്ച് എനിക്ക് എടുക്കാൻ തോന്നുന്നു. മഴയുണ്ട് ഈച്ചല്ലേ. നല്ല നല്ല ഫുഡ് കേട്ടോ മോളെ. കഴിച്ചു നോക്കും. എന്ത് ചേച്ചിയുടെ ഉടുപ്പാ? ഇട്ടത് നമുക്കിരിക്കാം. We miss you. മമ്മിയുടെ ഉണ്ടതപ്പോ അങ്ങനെ അപ്പം ഞങ്ങൾ ഈ പങ്ക് കൊടുക്കുന്ന ശീലം അച്ഛ ശീലിപ്പിച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരെയും പങ്ക് കൊടുത്ത് കഴിഞ്ഞു. ഇനിയാണ് സദ്യ കഴിക്കൽ. അപ്പോൾ സദ്യയൊക്കെ സൂപ്പറാണെന്നാണ് അമ്മ ചേച്ചിയെടുത്ത് പറയണേ. അവിടെ വെളുപ്പിന് എന്തോ സമയമാണ്. ചേച്ചി തിരിച്ചു വരാറായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും സദ്യ കഴിക്കുന്നതിലേക്ക് കിടക്കാൻ പോവാണ്. അങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പ് വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ഞങ്ങളുടെ സൂടാപ്പിക്ക് ഇച്ചിരി ചോച്ചി കൊടുക്കണം. ഇതിൻ്റെ ഒരു റീല് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ സൂടാപ്പിക്ക് ഇച്ചിരി ചോച്ചി കൊടുക്കുകയാണ് ഞങ്ങൾ. ഇതിങ്ങനെ ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസ് മാത്രം, അല്ലെങ്കിൽ ഡോഗ് ഫുഡ് മാത്രം കഴിക്കുന്ന ഗുഡ് ബോയ് ആണ്. അപ്പോൾ ഞങ്ങൾ കൊച്ചിന്നാണ് വിളിക്കുന്നത്. കൊച്ചിനുള്ള പാപ്പവും ഞങ്ങൾ വിളമ്പിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 റൗണ്ടായിട്ടാണ് കഴിച്ചത്. പക്ഷെ അടിപൊളി സദ്യയായിരുന്നു. ആക്ച്വലി അവന് ചോറ് കൊടുക്കണം. അവനവൻ്റെ ഫുഡാണ് കൊടുക്കാറ്. പക്ഷെ ഇന്ന് എൻ്റെ പൊന്നു മോനാണത്. അപ്പോൾ ഞങ്ങളുടെ റൗണ്ട് ഓഫ് സദ്യ കഴിക്കൽ കഴിഞ്ഞു. അടുത്ത ചേച്ചിമാർക്ക് നമ്മൾ വിളമ്പി കൊടുത്തു. വളരെ പാലക്കാടൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചേച്ചി പാലക്കാട് നിന്നാണ്. അപ്പോൾ വളരെ ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്തൊരു കായ വെച്ചിട്ടൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. വെറൈറ്റി ആയിരുന്നു. ദേഹമായിരുന്നോ മുമ്പ്? പാരമ്പര്യം ബിന്ദുർജനം മാറുക. കുളത്തിലോട്ടെ ഞാൻ സമ്മറിക്കും. ഇവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പാർട്ട് 1 ഓഫ് കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സർപ്രൈസ് നമുക്ക് കൊടുക്കുന്നുണ്ട്.
എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു, നല്ല ഓട്ടത്തിലായിരിക്കും. ചിലപ്പോൾ ഇച്ചിരി കാണാൻ പറ്റുമോ, ഞാൻ കാണിച്ചു തരാം. അറ്റ്ലീസ്റ്റ് ആ സെറ്റപ്പൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോഴത്തേക്കും മഴയൊക്കെ തുടങ്ങിയായിരുന്നു. ഇത് അമ്മയുടെ കുഞ്ഞ് ബാൽക്കണിയാണ്. എന്ത് രസമായിട്ടെന്ന് ഓരോന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് വെറുതെ ഇവിടെ വന്നിങ്ങനെ നിന്ന് വൈബ് ചെയ്യാൻ തുടങ്ങും എന്നല്ല തോന്നും. അപ്പം അമ്മയും ബിൻചേച്ചി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പാപ്പുവിൻ്റെ ഗിഫ്റ്റ് കാണുന്നത്. അതോടെ പിന്നെ ഇമോഷണലായി. ഹാപ്പി ബർത്ത്ഡേ ടു ദ ബെസ്റ്റ് അമ്മാമ്മ എവർ. ഹാപ്പി ബർത്ത്ഡേ അമ്മാമ്മേ. കരച്ചിലായി. എന്താണ്? You are the best Amma in the world. I know we fight most of time, but I know it is only for the best for me. I love you truly. We also love you truly, Betty. You have done lots of things, but that is my duty. Oh. Take you for everything, every moment. With you, I feel blessed. ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഇതാണ് എൻ്റെ ഹെവൻ. എനിക്ക് എൻ്റെ എല്ലാം എൻ്റെ ഭാവയാണ്, എൻ്റെ സ്വർഗമാണത്. എൻ്റെ എല്ലാം എനിക്ക് എപ്പോഴും പിടിയിടാനും. ശരിട്ടാ, എടുക്ക്. കൊതികളുണ്ട് ഞങ്ങൾക്കൊക്കെ. ചേച്ചിയുടെ ഓ ലുക്സ് നൈസ്. വാവ്, നല്ല മണമുണ്ട് ചേച്ചി. പക്ഷെ ഇതിന്റെ റെസിപ്പി ഞങ്ങൾക്ക് തന്നില്ലല്ലോ മാസ്റ്റർ ഷെഫ്. വാവ്. അപ്പോൾ എനിക്ക് അടുത്ത റൗണ്ട് ഓഫ് ടാസ്കുകൾ ഉണ്ടല്ലോ, കട ഒരു സൈഡിൽ കൂടെ ഉള്ളത് കൊണ്ട് അതിന് വേണ്ടി ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ബിൻചേച്ചിയുടെ മാംഗോ പുഡിംഗ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. മൈ ഗോഡ്, ഷെഫിന്റെ ഇത് കട്ടി പിടിച്ച് വരേണ്ടതാണ്. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാവും ടേസ്റ്റ് എന്താണെന്നുള്ളത്. വിടുമാട്ടെ. ശരിയുണ്ട് കേട്ടോ. ഇത് താഴത്തെ ബിസ്ക്കറ്റ് പൊടിക്കൂ. ഭയങ്കര ഇഷ്ടം. കൊണ്ടേ കാണാം ലൈറ്റും തേങ്ങയൊക്കെ. എനിക്കിഷ്ടപ്പെട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അത് കുറച്ചുകൂടി സെറ്റായിരുന്നെങ്കിലാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്കൊക്കെ വരിക. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ ഉട്ടോപ്പിലേക്ക് പോയി. ഞാൻ ഈവനിങ് ആയപ്പോഴത്തേക്കുള്ള സെറ്റപ്പ് ഇതായിരുന്നു. സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഒരു ഡെക്കറേഷനും കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡും ഇത്രയൊക്കെ മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പനങ്ങാട് തന്നെയുള്ള നാസിഫിൻ്റെ KM ഇവൻസിൻ്റെ ആൾക്കാരാണ് എനിക്കത് ചെയ്തു തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലിയ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫാമിലീനെയും ആരെയും അങ്ങനെ ഒരുപാട് പേരെ വിളിച്ചിട്ടില്ല, ഫ്രണ്ട്സിനെയും അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. കാരണം ചേച്ചിയില്ല, പിന്നെ അച്ഛയില്ലാതെ അമ്മയ്ക്കൊരു ആഘോഷം പരിപാടിയിലേക്ക് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തായിരുന്നു. ആക്ച്വലി 60th ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയായി. അതിൽ ഐ തിങ്ക് അമ്മ ഈസ് ഹാപ്പി, ബിക്കോസ് രാവിലെ മുതൽ അമ്പലങ്ങളിലുമൊക്കെ അമ്മ ആഗ്രഹിച്ച പോലത്തെ ദർശനമൊക്കെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെയിറ്റിംഗ് ഫോർ ഹർ ടു കം. താഴെ അങ്ങനത്തെ ഒരു സെറ്റപ്പും മാളിൽ ഡൈൻ ചെയ്യുന്ന ഏരിയയിൽ ഇങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ സെറ്റ് ചെയ്തത്. നമ്മളൊരു 10 പേര്, നമ്മുടെ വീട്ടിലുള്ള ജോലിക്ക് നിൽക്കുന്ന ചേച്ചിമാർ, നമ്മുടെ വല്യമ്മ, സുസ്മി ചേച്ചി, മക്കൾ, ഇത്രയും പേരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളാരെയും ഇങ്ങനെ വിളിച്ചൊരു ആഘോഷമായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഓൾ ടുഗെദർ നമ്മുടെ ഉട്ടോപ്പിയയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ബട്ട് ഹാർട്ട് ഫെൽറ്റ് ഡെക്കറേഷൻ. അപ്പോൾ അമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശരി ശിവ ചേച്ചി ഉണ്ട്, ചേച്ചി എപ്പോഴും ഉണ്ടല്ലോ. ആ യാ മള്ളിങ്ങനെ പിടിച്ചാൽ പോരെ, അതല്ലേ ഏറ്റവും കെയർഫുൾ. ആര്
ഇതിനകത്ത് ഞാൻ കയറിയിരിക്കണം. ഞാനിരിക്കൂല, എന്റെ കൂടെ ആരെങ്കിലും കയറിയിരിക്കണം. അമ്മക്ക് കൂട്ടാണെന്ന് 60-ന്. ആ കൂട്ടാരും തരാൻ പോകുന്നില്ല ഇവിടെ. 60-ന് പോയിട്ട് എടുക്കരുത്, ഒന്നും എടുത്തേക്കരുതേ പ്ലീസ്, നിർബന്ധിക്കരുത്. ഉറപ്പുള്ളല്ലേ സന്ദീപേ? ഇങ്ങനൊരു സംഭവം അമ്മ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ ആകെ ചമ്മി പ്ലിങ്ങോസ്കി ആയിട്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ചമ്മൽ കാരണം അമ്മ പാപ്പുനെ പിടിച്ച് അടുത്തിരുത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഏകദേശം ഇതോടുകൂടെ കഴിയാണ്. ബാക്കിയുള്ള ഗിഫ്റ്റ്സൊക്കെ നമ്മൾ കൊടുത്തു. പിന്നെ ഈ കേക്കിനെ പറ്റിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ചേച്ചീനെ നമ്മൾ പിന്നെയും വീഡിയോ കോളിൽ വിളിച്ചെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ത്രൂ ഔട്ടായിട്ട്. അമ്മയ്ക്ക് മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. കരയണോ, ചിരിക്കണോ, സന്തോഷിക്കണോ, അച്ഛനെ മിസ് ചെയ്യണോ, ചേച്ചീനെ മിസ് ചെയ്യണോ, ഇതൊന്നും അറിയാത്ത അമ്മ ആകെ മിക്സ്ഡ് ഇമോഷൻസിലായിരുന്നു. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് തേജശ്രീ ആൻറ്റിയുടെ ഗിഫ്റ്റാണ്. ആൻറ്റിക്ക് വരാൻ പറ്റിയില്ല, ഒരു സിറ്റുവേഷൻ. തേജശ്രീ, താങ്ക് യു തേജശ്രീ. അമ്മയുടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ് തേജശ്രീ ആൻറ്റി. ആൻറ്റി എന്നെ കണ്ണാന്നൊരു വിളി വിളിക്കും. ആ വിളി വിളിക്കുമ്പം നമ്മളങ്ങ് അലിഞ്ഞു പോകും. അത്രയും തന്നെ അലിയുന്ന രുചിയുള്ളൊരു അടിപൊളി കേക്ക് അമ്മയ്ക്ക് ഷഷ്ടിപൂർത്തി അല്ലെ ലൈല വെച്ചോ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തതാണിത്. നല്ല ഭംഗിയായിട്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്, ടേസ്റ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ ആൻറ്റിയും വരാനിരുന്ന സർപ്രൈസായിട്ട്. പക്ഷേ ആൻറ്റിയുടെ ഫാമിലിയിലൊരു വാസ് എ ഡെത്ത് ഇൻ എ ഫാമിലി. അപ്പോൾ ആൻറ്റിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ പരിപാടികൾ ഓൾമോസ്റ്റ് എൻഡിങ്ങിലേക്ക് എത്തുകയാണ്. നമ്മൾ ഇനി ഫുഡ് കഴിക്കുന്നതിലേക്ക് കടക്കും ആഫ്റ്റർ കേക്ക് കട്ടിങ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തേജശ്രീൻ്റെ സുന്ദരി കേക്ക്. അങ്ങനെ പയ്യെ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. അത് ഞങ്ങളുടെ വത്സല വല്യമ്മയാണ്. ഞങ്ങളുടെ എന്താവശ്യത്തിനും ഞങ്ങളുടെ കൂടെ തന്നെയുള്ള വല്യമ്മയാണ്. പിന്നെ സുസ്മേച്ചിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഫാമിലി എല്ലാവരെയും വിളിച്ച് നമുക്കൊരു വലിയ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചേച്ചി വന്നിട്ട് വേണം അങ്ങനെ ഒരു പ്രോപ്പർ പരിപാടി പ്ലാൻ ചെയ്യാൻ. അറിയില്ല നടക്കുമെന്ന്. അങ്ങനെ അമ്മയുടെ ഉട്ടോപ്പിയല്ല മക്കളുടെ കുഞ്ഞു സർപ്രൈസായിരുന്നു ഇത്. പിന്നെ വരാം. I will come later. Yes. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ മക്കളെ. നന്ദി മാത്രമേ ഉള്ളൂ. അല്ല, ആ ഫോണൊന്ന് വിളിക്കാവോ? ആ ഫോണൊന്ന് എനിക്കറിയാൻ പാടില്ല. എന്നോട് പിടിക്കാമോ ചോദിച്ചു. മക്കൾക്കൊക്കെ കൊടുക്കൂട്ടോ.
അസ്വൽമ കൊടുത്തോ? എടുത്തു. അല്ല ഞാൻ ഇവിടെ എടുത്തോണ്ടിരുന്നത്, ഇപ്പളാൻ പോകാൻ മാറ്റിയ. യെസ് പ്ലീസ് ഗിവ്. കേക്ക് ഒന്ന് എടുത്ത് സെർവ് ചെയ്തു. അപ്പോൾ ഗൈസ് ബേസിക്കലി 60 ഇനി 600ലേക്ക് ഓടാനുള്ള ഓട്ടത്തിലായിട്ട് ഞങ്ങളിവിടെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞങ്ങൾ തിന്നാൻ പോവുകയാണ്. ഞങ്ങളെ തീറ്റിക്കാൻ അവിടെ ഒരാളുണ്ട് ആസ് ഓൾവേസ്. അപ്പോൾ ഫുഡിന് എന്തൊക്കെയാണെന്നുള്ളത് ചുമ്മാ കാണിച്ചു തരാം. പക്ഷേ ഏകദേശം ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം. പിന്നെ ഞാൻ ആലോചിച്ചു ഫുഡിൻ്റെ വീഡിയോസ് കാണിച്ച് എല്ലാവരെയും കൊതിപ്പിക്കേണ്ടെന്ന്. കാരണം ഇന്നത്തേക്ക് അത്യാവശ്യത്തിന് ഫുഡിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ച് കൊതിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു കുക്കിംഗ് വ്ളോഗും ഒക്കെ പ്ലാൻ ചെയ്ത് എൻ്റെ കുക്കിംഗ് കാണിച്ച് കൊതിപ്പിക്കാം. അപ്പം അമ്മ എന്തായാലും ഹാപ്പിയായി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്നേഹം മാത്രം. യോഴ്സ് ആമി.